നിലമ്പൂരിൽ മത്സരചിത്രം തെളിഞ്ഞു. PV അൻവർ അടക്കം 10 സ്ഥാനാർത്ഥികൾ. 4 പേർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് ആവർത്തിച്ച് PV അൻവർ. പ്രചാരണം ശക്തമാക്കി LDF-ഉം UDF-ഉം NDA-യും. പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി 14-ന് നിലമ്പൂരിൽ. കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടു. 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ്, 46 എണ്ണത്തിൽ തേങ്ങയും കശുവണ്ടിയും, 60 കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കൾ. പട്ടിക പുറത്തുവിട്ടത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർച്ചയിൽ കരാർ കമ്പനിക്കെതിരെ ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ട്. നിർമ്മാണത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച. തകർച്ചയ്ക്ക് കാരണം ദൃഢതയില്ലാത്ത മണ്ണ് ഉപയോഗിച്ചത്. പുനർനിർമ്മാണം നടത്താൻ നിർദ്ദേശം നൽകിയെന്നും അതോറിറ്റി. വിശദീകരണം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ബഹിഷ്കരിച്ച് കൃഷിമന്ത്രി P. പ്രസാദ്. ബഹിഷ്കരണം വേദിയിലെ ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. വേദിയിലുണ്ടായിരുന്നത് RSS ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രമെന്ന് മന്ത്രി P. പ്രസാദ്. സെക്രട്ടേറിയറ്റിൽ പരിപാടി സംഘടിപ്പിച്ച സർക്കാർ. കൃഷിമന്ത്രിയുമായി സംസാരിച്ച മുഖ്യമന്ത്രി. ബംഗളൂരുവിൽ 11 പേരുടെ ജീവനെടുത്ത IPL വിജയാഘോഷ ദുരന്തത്തിൽ ഉണ്ടായത് ഗുരുതര വീഴ്ച. 40,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം പരിസരത്തെത്തിയത് 5 ലക്ഷത്തോളം പേർ. പരിപാടി ഒരു വേദിയിലേക്കും ഞായറാഴ്ചയിലേക്കും മാറ്റണം എന്ന പോലീസ് നിർദ്ദേശം തള്ളി. പോലീസിന് വീഴ്ചയില്ല എന്ന് DGP-യുടെ റിപ്പോർട്ട്. പെട്ടെന്ന് ആൾക്കൂട്ടം തടിച്ചുകൂടിയതും അപകടത്തിന് കാരണമായെന്നും റിപ്പോർട്ടിൽ. സ്വമേധയാ കേസെടുത്ത് കർണാടക ഹൈക്കോടതി. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം അനുവദിച്ചു. 5 പേർ പ്രവേശനം നേടിയത് കോഴിക്കോട്ടെ 3 സ്കൂളുകളിലായി. നടപടി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. താമരശ്ശേരി സ്കൂളിന് മുന്നിൽ MSF KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമാ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് വീണ്ടും നോട്ടീസ്. 14 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. നിർമ്മാതാക്കളായ ബാബു ഷാഹിറും ഷോൺ ആന്റണിയും ഹാജരാകണം. നോട്ടീസ് അയച്ചത് മരട് പോലീസ്. രാജ്യത്ത് ആശങ്കയായി കോവിഡ് വ്യാപനം. ആക്റ്റീവ് കേസുകളുടെ എണ്ണം 4866 ആയി. 24 മണിക്കൂറിനിടെ മരിച്ചത് 5 മാസം പ്രായമായ കുഞ്ഞുൾപ്പെടെ 7 പേർ. കേരളത്തിലും രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന. തീവ്രത കുറഞ്ഞ വകഭേദമായതിനാൽ ആശങ്ക വേണ്ട എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ.